everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെൻസോയിൽ പെറോക്സൈഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് പിമ്പിൾസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളപ്പോൾ പിമ്പിൾസ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജെല്ലാണിത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും 2 പ്രാവശ്യം ഉപയോഗിക്കാം. ബെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് 1 അല്ലെങ്കിൽ 2 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യാവുന്നതാണ്. രാവിലെ യൂസ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് സൺലൈറ്റിൽ പോകരുത്, കാരണം ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ തന്നെ ആണെങ്കിൽ രാവിലെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി നമുക്കിതിന് സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇച്ചിങ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ മൈൽഡായിട്ട് ബേണിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്കിന്നിൽ ഡ്രൈ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ കൂടുതലായിട്ട് പൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ വരണ്ടത് പോലെയോ ഒക്കെ സ്കിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജെല്ല് ഉപയോഗിക്കുന്നത് നിർത്തുക. ഇനി നമുക്ക് ഇൻട്രാക്ഷൻ കുറിച്ച് നോക്കാം. അതായത് എന്തിൻ്റെയൊക്കെ കൂടെയാണ് ബെൻസോയിൽ പെറോക്സൈഡ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന്. ട്രെറ്റിനോയിൻ, ഐസോട്രെറ്റിനോയിൻ, ടെസ്റോട്ടീൻ, അതുപോലെ തന്നെ സൾഫനമൈഡ്. അപ്പോൾ ആദ്യം 3 പറഞ്ഞതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇതിൻ്റെ എഫിക്കസിയും കുറയാം. പിന്നെ സൾഫനമൈഡിൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയറിൽ ഡിസ്കളറേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്